വൈദ്യരുടെ കടയ്ക്ക് മീൻ വാങ്ങിച്ചോണ്ട് പോയാലോ ഉച്ചക്കത്തെ ഊണിന്? ആ മീന് കൂട്ടാൻ വെച്ച നല്ല നല്ല സൂപ്പർ മീനുകൾ, സ്പെഷ്യൽ മീൻ, പൊടിമീൻ വറുത്തതും എന്താണെന്ന് വെച്ചൊക്കെ വാങ്ങിക്കാം. നമ്മൾ ഒരിക്കലും ഒന്ന് കഴിച്ചു നോക്കുന്നുണ്ടോ അവിടെ? നല്ല സൂപ്പർ മീന് നമുക്ക് ഇച്ചിരി വാങ്ങിച്ചോണ്ട് ഉച്ചക്കത്തെ ഊണിന്. ഞാനല്ലേ കടയൊക്കെ കാണിച്ചു അന്നല്ലേ കാണിച്ചു, ഇന്നിപ്പോ നമുക്ക് പോകുന്ന വഴിക്ക് ആ പിന്നെ അല്ലാണ്ട് നമുക്ക് അങ്ങനെ ചെയ്യുന്നേ. എന്തായാലും ഈ റൂട്ടക്കട വരുന്നു എന്നാ പിന്നെ നമുക്ക് വൈദ്യുതി കടയിൽ കയറി മീൻ കൂട്ടാൻ വെച്ചാൽ പിള്ളേർക്കും ഇഷ്ടമാണ്. അവർക്ക് ഇച്ചിരി മീനെ കൊണ്ട് കൊടുത്താൽ വൈദ്യുതി കടയിൽ നമുക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് ഇന്ന് അവിടെ കയറി മീനും ഒക്കെ വാങ്ങിച്ചോണ്ട് ചോറ് വീട്ടിലുണ്ടാവും, മീനും വാങ്ങിച്ചോണ്ട് പോയാൽ മതി. അപ്പൊ നമുക്കിനി അടുത്ത വൈദ്യുതിയുടെ കടയിൽ വെച്ച് കാണാം. ഞാൻ നിങ്ങളൊക്കെ ഇതിലേ വന്നപ്പോഴെന്ന് പറഞ്ഞില്ല, ഞങ്ങൾ ബൈക്കത്തുനിന്ന് ആലപ്പുഴയ്ക്ക് പോവാം. അവിടാണ് നമ്മൾ ഈ കട കണ്ടത്. അതിന്റെ ലൊക്കേഷൻ അറിയാൻ മേത്തൊക്കെ ലൊക്കേഷൻ ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മിസ്സാക്കാതെ കാണുക. അതിനകത്തില് ലൊക്കേഷൻ ഞാൻ പറഞ്ഞു, അവരോട് തന്നെ ചോദിച്ചു ലൊക്കേഷൻ ശരിയാക്കുന്ന അവർക്ക് ചോദിച്ചാൽ മനസ്സിലാക്കി പറഞ്ഞുതരാം. വീഡിയോ മിസ്സാക്കാതെ കണ്ടാൽ മതി. അങ്ങനെ ഞങ്ങൾ വൈദ്യരുടെ കടയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ പേര് ഹോട്ടൽ സ്മീര എന്നാണ്. വൈദ്യരുടെ കട എന്നല്ല, ഹോട്ടൽ സ്മീര എന്നാണ് ഇട്ടിരിക്കുന്നത്. ഇത് പഴയ സെറ്റപ്പിൽ തന്നെ എപ്പോഴും വർക്ക് ചെയ്തിരിക്കുന്നത്. വ്യത്യാസമൊന്നും വലുതായിട്ട് വന്നിട്ടില്ല. ഇത് ഇവിടെ തിരക്ക് കൂടി കഴിഞ്ഞപ്പോഴും അവർ ഇതിനോട് ചേർന്ന് തന്നെ അവരുടെ വീട്ടിനോട് ചേർന്ന് വീട്ടിൽ തന്നെ ഒരു ചെറിയ അനക്സ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഫാമിലിക്ക് നാളെ കഴിക്കാൻ പറ്റിയ ഇടമാണ്. പീസ് വാങ്ങിച്ചാൽ മതി. അവിടെ തന്നെ അപ്പുറത്തെ പാചകം അവിടെ നേരത്തെ ആദ്യം ഉണ്ടായിരുന്ന അവിടെ ആണോ? ഇവിടെ തന്നെ നമ്മള് നേരത്തെ ആദ്യം വന്നിട്ടുള്ള അവിടെ. അതുപോലെ ഇട്ട് വെക്കുന്ന അല്ലേ? ഫുള്ളായിട്ടുള്ള കരിമീൻ. അതെ, മൊയ്ത്തും കൂട്ടാം. തിലോപ്പിയ. ഈ കട ഇവിടെ തുടങ്ങിയിട്ട് മൊത്തത്തിൽ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ആദ്യം ഇവിടെ തുടങ്ങിയിട്ടാണ് അപ്പുറത്തായത്. അപ്പുറത്ത് വീടും കൂടി ചേർന്നതാ. മീനൊക്കെ എവിടുന്ന എടുക്കുന്നത്? ഇവിടെ അത് ശരി, ഇവിടെ കൊണ്ടുവരും. ഇപ്പോഴും പഴയ വിറകടുപ്പിൽ തന്നെയാണ് ഇവിടെ പാചകമൊക്കെ നടത്തുന്നത്. നിങ്ങൾ ഒരാളായിട്ട് നടത്താണോ? അവിടെ കണ്ടാൽ മതി. നോൺ വെജ് ആണ് കൂടുതൽ വരുന്നത്. ഇത് ഞണ്ട് ഓരോ ദിവസം ഓരോ ഐറ്റം മാറി വരും. പൊടിമീൻ സാറിനോട് കിട്ടുന്നില്ല. ചൂട് കാലം പൊടിമീൻ കിട്ടാൻ പാടല്ലേ. ഇത് കരിമീൻ ഫ്രൈ, തിലോപ്പിയ ഫ്രൈ. ഇത് ചെമ്മീൻ ഫ്രൈയാ. വലിയ കൊഞ്ച് വരും. അതെങ്ങനെ ഫ്രൈയോ അതോ കറി വെക്കുമോ? എല്ലാം കൊഞ്ചെല്ലാം ഫ്രൈയാ. അത് ശരി. വെജിറ്റേറിയൻ ഐറ്റം കിട്ടുമല്ലോ. ഊണ് മൊത്തം വെജിറ്റേറിയൻ. എല്ലാം സ്പെഷ്യലാ. അല്ല, ഊണിന്റെ കൂടെ നോൺ വെജ് ഒന്നും ഇല്ല. അത് ശരി. ഇവിടെ അപ്പം, പൊറോട്ട, ചോറ് എല്ലാം റെഡി ആയിരിപ്പുണ്ട്. കപ്പ എത്തിയില്ല, വരാൻ ലേറ്റ് ആകുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ മീൻ മാത്രം വാങ്ങിച്ചാണ് അവിടെ നിന്ന് പോകുന്നത്. ഇവിടെ ഉച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ. രാവിലെ കാപ്പിയും. അപ്പം അതിൻ്റെ കറിയൊക്കെ
മുട്ട ഗ്രീൻ പീസ്. അപ്പം മീനൊക്കെ അന്നത്തേക്ക് ആവത്തില്ല. വൈകിട്ട് ഊണ് 4 മണിക്ക് ചായ വൈകിട്ട് ഊണ് കൊണ്ട് എത്ര മണി രാവിലെ എപ്പോൾ തുറക്കും ഇടാം? 5 മണിക്ക്. വൈകുന്നേരത്ത് എത്ര മണി? 9 മണി വരെ കാണും ഇത്. കായിപ്പുറം ജംഗ്ഷൻ തന്നെയാണ്. ജംഗ്ഷനിൽ തന്നെ ഈ റോഡ് എവിടെ കാണിച്ചോളങ്ങര ഇങ്ങനെ പോകുമ്പോൾ ബാലരാമൻ ജംഗ്ഷനിലേക്ക് ചെന്ന് കയറിയത് അല്ല ഇനി ചെല്ലുന്ന അങ്ങോട്ട്. ഇത് ബാലരാമപുരം ജംഗ്ഷൻ. കായപ്പുറം പാതിരാമടൽ. പാതിരാമടൽ ജംഗ്ഷനില് കായപ്പുറം പാതിരാമടൽ ദ്വീപിലേക്ക് വന്ന ആ സൈഡിലേക്ക്. അപ്പൊ ഇങ്ങനെ പോകുന്നത് ആലപ്പുഴയ്ക്കുള്ളത്. ആലപ്പുഴയും മറ്റേത് കണിച്ചുകുളങ്ങരയും പോകുന്ന റോഡിന്റെ ആ മൂലയായിട്ട് വരും. തണ്ണീർമുക്കം റോഡ്. ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഞങ്ങൾ വൈദ്യുത കടയിൽ കയറിയിട്ട് കുറച്ച് വരാല് കയറിയും ഏതാണ്ടൊരു മീൻ വറുത്തത്. അന്നേരം ഒക്കെ മുള്ളുള്ള മീനാന്ന് പറഞ്ഞു. എൻ്റെ പേര് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മറന്നുപോയി. പിന്നെ ഇച്ചിരി പാവക്കറി ഇത്രയും വാങ്ങിച്ചോണ്ട് വീട്ടിലോട്ട് പോവാ. ഇന്നത്തെ ഊണ് ഞങ്ങൾക്ക് കുശാൻ. ചോറ് വീട്ടിലുണ്ട്, കൂട്ടാൻ ഞങ്ങളുടെയിലും ഉണ്ട്. പിള്ളേരെല്ലാം ഊണ് കഴിഞ്ഞ് നമ്മളങ്ങ് ചെല്ലുമ്പോഴത്തേക്ക്. എന്നാലും വൈകിട്ട് അവർ കഴിച്ചോളൂ ഇല്ലേ? ഒന്നുകൂടെ ഉണ്ണു. മീൻ കണ്ടു കഴിഞ്ഞാൽ അപ്പൂന് അതൊക്കെ ഇഷ്ടമാണ്. അപ്പൂ ഉണ്ണു. നമുക്കിനി വീട്ടിൽ കൊണ്ട് അവർക്കൊട്ട് കൊടുക്കും. ഒരുപാട് പറഞ്ഞ് ആൾക്കാരെ ബോറടിപ്പിക്കണ്ടല്ലോ. വീഡിയോ എല്ലാവരും കണ്ടു കഴിഞ്ഞ് കാണും. വാങ്ങിച്ചോണ്ട് പോയെന്നുള്ളവരെന്ന് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. നമുക്കിനി വീണ്ടും ഇതുപോലെ പുതിയ വീഡിയോസ് വല്ലതും കിട്ടുന്നതാണെങ്കിൽ നമുക്ക് ഇടാം. അല്ലെങ്കിൽ പഴയ പോലെ പാചകമോ ക്രാഫ്റ്റോ എന്തെങ്കിലും കൈക്കൊള്ളൊക്കെ ഞാൻ ഇട്ട് തരാം. ഒന്നും പ്രൊമോഷൻ വേണ്ടി ഇടുന്നതല്ല ഇതൊന്നും. ഞാൻ ചെന്ന് ഓരോ കാര്യം കാണുമ്പോൾ അവർക്ക് അവരുടെ വീഡിയോസ് ഒത്തിരി ചാനലുകൾ കിടപ്പുണ്ട്. അവർക്കെന്നല്ല, ഞാൻ ഈ ഒരു വീഡിയോസും പ്രൊമോഷൻ വേണ്ടി ചെയ്യുന്നതല്ല. എവിടെയെങ്കിലും ചെല്ലുമ്പോൾ നല്ലതെന്ന് കാണുമ്പോൾ നമ്മളൊന്ന് എടുക്കുക, വീഡിയോ ഇടുക, അത്രേ ഉള്ളൂ. അത് കടയായാലും ബിൽഡിംഗ് ആയാലും എവിടെയായാലും അത്രേ ഉള്ളൂ. അപ്പം നമുക്കിനി പുതിയൊരു വീഡിയോ ഇതുപോലൊക്കെ അവിടെ കിട്ടുവാണെങ്കിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർക്ക് ഒന്ന് അറിഞ്ഞിരിക്കാം. പുതിയൊരു വീഡിയോ കൊണ്ടുവരുമ്പോഴേക്കും ബൈ ബൈ.